നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. നിന്നെ എന്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമകൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണനെ മജ്ജ മേധസ് എന്ന പോലെ തൃപ്തി വരുന്നു. എന്റെ വായ സന്തോഷമുള്ളങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ഓക്കെ, ഈ വചനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും ദൈവത്തെ ദാവീദ് എങ്ങനെയാണ് സ്തുതിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഈ നാളുകളിൽ നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടതായിട്ടുള്ളൊരു കാര്യവും ഇത് തന്നെയാണ്. നാം ഈ നാളുകളിൽ നമുക്ക് ദൈവത്തോടു കൂടെയുള്ള ആ ബന്ധം എത്രത്തോളം സ്ട്രോങ് ആണ് നാം പരിശോധിക്കേണ്ടതായിട്ടുള്ള കാലഘട്ടമാണ് ഇപ്പോൾ ഈ നാളുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാളുകളിൽ ദൈവവചനത്തിൽ ദൈവാത്മാവ് പറഞ്ഞിട്ടുള്ള ഓരോ പ്രവചനങ്ങളും ഈ നാളുകളിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണിത്. നാം ദൈവസന്നിധിയിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രത്തോളം സ്ട്രോങ് ആണ്, ആ ബന്ധത്തിൽ എന്തേലും കുഴപ്പങ്ങളുണ്ടോ, ആ ബന്ധത്തിൽ എന്തേലും കുറവുകളുണ്ടോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ കുറവുകളെ നികത്തി ഓരോ ദിവസവും ദൈവത്തോടുള്ള ബന്ധത്തെ നാം ഉറപ്പിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ അത്ഭുതകരമായി നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത് 63:1 നമുക്ക് ഒന്ന് വായിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ പറയുന്നത് ദൈവമേ നീ എൻ്റെ ദൈവം. ആ വാക്ക് നാം ആ വാക്ക് പറയണമെങ്കിൽ ഞാൻ ഈ അധ്യായം 63-ാമത്തെ സങ്കീർത്തനം എടുത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം വായിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം വായിച്ചിട്ട് എനിക്ക് ഇന്നലെ പാസ്റ്റർ മെസ്സേജ് ഇട്ടതിന് ശേഷം ഈ അദ്ദേഹം എൻ്റെ മനസ്സിൽ ഓടി വന്നു. ഞാൻ ആ വചനം എടുത്ത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഒന്നാമത്തെ വചനത്തിൽ നിന്നോട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. ആ ഒന്നാമത്തെ വചനം ഞാൻ കൂടുതലായിട്ട് ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവ് എൻ്റെ മനസ്സിൽ 2-3 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉണർത്തി തന്നു. ആ കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ നോക്കുമ്പോൾ നാം ദൈവത്തെ എൻ്റെ ദൈവം എന്ന് നാം വിളിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്നുള്ള കാര്യമാണ് നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത്. അതിൽ ആ 61:1 2-ാം ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അപ്പം ദൈവമേ നീ എൻ്റെ ദൈവമെന്ന് നാം അതായത് അതിൻ്റെ ഒരു ഉറപ്പോടുകൂടി വിളിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടുന്ന ആദ്യത്തെ കാര്യമാണ് അധികാലത്ത് നാം ദൈവത്തെ അന്വേഷിക്കണം. വചനം പറയുന്നത് അധികാലത്തിനെ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തുന്നതാണ് വചനം പറയുന്നത്. അപ്പോൾ നാം അധികാലത്ത് അന്വേഷിക്കുന്നവരായി തീർച്ചയായും മാറിയേ പറ്റത്തുള്ളൂ. ഇനിയുള്ള നാൾക്കളിൽ അതിരാവിലുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അതിരാവിലെ ദൈവസന്നിധിയിൽ നാം ഇരിക്കേണ്ടതായുള്ള അത് നമുക്ക് ഈ നാളുകളിൽ വളരെ അത്യാവശ്യമാണ്. അതിരാവിലെ നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നാം എങ്ങനെ ദൈവത്തെ അന്വേഷിക്കണമെന്നും കൂടെ കുറച്ച് കാര്യങ്ങളുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 26:9 നമുക്ക് നോക്കുമ്പോൾ അതിരാവിലെ നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടതെന്നുള്ള കാര്യം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 26:9 ഓക്കെ, തമിഴിലൊന്ന് വായിക്കാം ഫസ്റ്റ് പാർട്ട്. என் ஆத்மா இருவரே உம்மை வாஞ்சிக்கிறது, எனக்குள் இருக்கிற என் ஆவியால் அதிகாலையில் உம்மை தேடுகிறேன். ആമേൻ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് രാത്രിയിൽ ദൈവത്തെ വാഞ്ചിച്ചാൽ അല്ലെങ്കിൽ ദൈവത്തെ ആഗ്രഹിച്ചാലേ നമുക്ക് അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ദൈവത്തെ തേടുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 143-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 143-ാം സങ്കീർത്തനം. ആമേൻ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നാം എങ്ങനെയാണ് അതിരാവിലെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്, അതായത് ദൈവത്തെ അന്വേഷിക്കേണ്ടത് എങ്ങനെയാണെന്നാണ്. അവിടെ നമ്മുടെ കൈകളെ ദൈവത്തിന്റെ മുമ്പിൽ മറർത്തണം. അതായത് ഒരു വരണ്ട നിലത്ത് നമ്മൾ എടുക്കുമ്പോൾ ആ വരണ്ട നിലം കൂടുതലായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെള്ളത്തിനെയാണ്. അപ്പൊ ആ വരണ്ട നിലം വെള്ളത്തിനെ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ ആ ഒരു സിറ്റുവേഷൻ നമ്മളൊന്ന് ഓർത്താൽ മതി. വരണ്ട നിലത്തിന് എത്രത്തോളം ആവശ്യമാണ് വെള്ളം. ആ വരണ്ട നിലത്തില് നല്ല വെയിലടിച്ച് കിടക്കുന്ന ഒരു നിലത്തില് ഒരു തുള്ളി വെള്ളം വീണാൽ അത് ആവിയെ പോകും. അതേസമയം ഒരു കപ്പിലെ വെള്ളം കോരി ഒഴിക്കുമ്പോൾ ആ വെള്ളം അകത്തോട്ട് ഇറങ്ങുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള അനുഭവം നമുക്ക് വേണമെങ്കിൽ നാം ചെയ്യേണ്ടത് അതിരാവിലെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വരണ്ട നിലം വെള്ളത്തിന് വേണ്ടി എങ്ങനെ ദാഹിക്കുന്നോ അതുപോലെ നാം ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി ദാഹിച്ച് വേണം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ വേണ്ടത്. ഇങ്ങനെ നാം വരണ്ട നിലം ദൈവത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ നാം ദൈവത്തെ ആഗ്രഹിച്ച്
നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രതിഫലമുണ്ട്. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 2-ൽ കൊടുത്തിരിക്കുന്നത്. 32:2. ഓരോരുത്തൻ കാറ്റിനൊരു മറവും വിശവിനൊരു സങ്കേതമായി വരണ്ട നിലത്തെ നീർത്തോടുക പോലെയും ക്ഷീണമുള്ള ദേശത്തെ ഒരു വൻപാറയുടെ തണൽ പോലെയും ഇരിക്കും. കാണുന്നവരുടെ കണ്ണിനി അതിനെ ഭംഗിയില്ല, കേൾക്കുന്നവരുടെ ചെവി അത് ശ്രദ്ധിക്കും. രണ്ട് മാത്രം മതി. അതില് തമിഴിലും കൂടെ ഒന്ന് വായിക്കാവോ? அவர் காற்றுக்கு ஒதுக்கமாகவும் பெருவெள்ளத்துக்கு பொய்விடமாகவும் வறண்ட நிலத்துக்கு நீர்க்கால்களாகவும் உடாய்த்த பூமிக்கு പെരുങ്കൺമലയിൻ നിഴലാகவும் ഇരുപ്പാർ. ആമേൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ ദൈവസന്നിധിയിൽ അതിരാവിലെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ഒരു നന്മകളാണ് അവിടെ കാണുവാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കാറ്റ് പോലെ നമ്മുടെ ജീവിതത്തിൽ അടിക്കുമ്പോൾ നാം അതിരാവിലെ നാം ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഫലം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ശക്തമായ കാറ്റ് നമുക്കെതിരെ അടിക്കുമ്പോൾ നമ്മുടെ ഒരു പരിചയമായിട്ട് ദൈവം നമുക്ക് മുമ്പായിട്ട് നിൽക്കുവാനിടയാകും. അങ്ങനെ ഒരു അനുഭവം വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിരാവിലെയുള്ള പ്രാർത്ഥന നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാം നോക്കുമ്പോൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വചനം വായിക്കുക, വചനത്തെ ധ്യാനിക്കുക, അതുപോലെ തന്നെ അതിരാവിലെ പ്രാർത്ഥനയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതിൽ. അപ്പോൾ നാം ഈ നാളുകളിൽ ഇങ്ങനെ അതിരാവിലെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ 2-ാമത്തെ വചനം തമിഴിലെ സെക്കൻഡ് പാർട്ട് ഒന്ന് വായിക്കാവോ? അതിൻ്റെ 32 യെശയ്യാ 32:2 സെക്കൻഡ് പാർട്ട്. புகலிடமாகவும் வறண்ட நிலத்துக்கு நீர்க்கால்களாகவும் தாய்த்த பூமிக்கு பெருங்கண்மலை நிழலாகவும் இருப்பார். ആമേൻ. അപ്പോൾ അവിടെ ബാക്കി പറയുന്ന 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളെ വെച്ചാണ് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വരണ്ട നിലത്തിൽ വെള്ളം വരുമ്പോൾ ആ വരണ്ട നിലത്തിൽ എന്ത് സന്തോഷം കിട്ടുമോ അതുപോലെ നമുക്ക് ആ സന്തോഷം കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരണ്ട് കിടക്കുന്നതായ ഓരോ കാര്യങ്ങൾ, ഓരോ മേഖലകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ വരണ്ട് കിടക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന ജീവിതത്തിലെ കാര്യങ്ങളിൽ ദൈവത്തെ നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ നമ്മളിങ്ങനെ ദൈവസന്നിധിയിൽ അതിരാവിലുള്ള പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ ഉറ്റിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. ആ വരണ്ട നിലത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു നീറുറവ ദൈവം അവിടെ തുറന്നു തരുവാനിടയാകും. അതുപോലെ തന്നെ ഒരു വെയിലത്ത് നമ്മളിങ്ങനെ കുറേ ദൂരം നടക്കും, അല്ലെങ്കിൽ നല്ല വെയിലത്ത് കുറച്ചു നേരം നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണം വരും. നമുക്ക് ക്ഷീണം വരുമ്പോൾ നാം ചിന്തിക്കുന്നത് എവിടെയെങ്കിലും ഒരു തണലത്ത് നിൽക്കണമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കഠിനമായ വെയിൽ പോലത്തെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ചൂട് പോലത്തെ പ്രശ്നങ്ങൾ നമ്മൾ വന്ന് തളർത്തുമ്പോൾ ദൈവസന്നിധിയിൽ അതിരാവിലെയുള്ള പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ ദൈവം നമുക്കൊരു വലിയൊരു കന്മലയെ പോലെ അല്ലെങ്കിൽ ഒരു പർവ്വതത്തെ പോലെ അവന്റെ നിഴൽ നമ്മളെ താങ്ങുവാനിടയാകും. ആമേൻ. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഈ ദൈവസന്നിധിയിൽ അതിരാവിലെ പ്രാർത്ഥനയിൽ നാം കൂടുതലായി ശ്രദ്ധ ചെലുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ നടത്തുവാൻ ഇടയാകും. അത്ഭുതമായി നമ്മളെ നടത്തുവാനിടയാകും. 3-മതൊരു കാര്യം ഈ ഒരു കാര്യമാണ് എന്നെ കൂടുതലായി സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. 3-മത്തെ ഒരു കാര്യം, ഈ അതിരാവിലെ ഉള്ള പ്രാർത്ഥനയ്ക്ക് നാം തടസ്സം വയ്ക്കുമ്പോൾ നമുക്ക് വരുന്ന ആ തടസ്സം വരുമ്പോൾ ഉള്ള പ്രതിഫലമാണ്. അതായത് നമുക്ക് വരുന്ന തിന്മയെക്കുറിച്ചാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ ഈ അതിരാവിലെ പ്രാർത്ഥനയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കാം. 78-ാം സങ്കീർത്തനം അതിൻ്റെ 34-ാം വാക്യം. അവനവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും, അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരയും. അപ്പൊ ഈ സംഭവം എന്താ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ 78-ാം സങ്കീർത്തനത്തിന്റെ തന്നെ 25 തൊട്ട് താഴോട്ടൊന്ന് വായിക്കണം. അതൊന്ന് വായിക്കാവോ? 25 തൊട്ട് താഴോട്ട്. ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവനവർക്ക് തൃപ്തിയാകുമെന്ന് ആഹാരമയച്ചു. ആകാശത്തിൽ കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു, തന്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി. അവനവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു. അവരുടെ പാളയത്തിന്റെ നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു. അങ്ങനെ അവർ തിന്ന് തൃപ്തനായി തീർന്നു. അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അവരുടെ കൊതിക്ക് മതി വന്നില്ല. ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. അവരുടെ അതിപുഷ്ടന്മാരിൽ ചിലരെ കൊന്നു. ഇസ്രായേലിലെ യൗവനക്കാരെ സംഹരിച്ചു. ഇതെല്ലാമായിട്ട് അവർ പിന്നെയും പാപം ചെയ്തു. അവന്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ല. അതുകൊണ്ട് അവൻ അവരുടെ നാളുകളെ ശ്വാസം പോലെയും അവരുടെ സംവത്സരങ്ങളെ അതിവേഗത്തിലും കഴിയുമാറാക്കി. ആമേൻ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു കാര്യമാണ് അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. മരുഭൂമിയിൽ കൂടി ദൈവം മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ അവർ
ദൈവം അവർക്ക് ഈ മിസ്രൈം മുതൽ അവർക്ക് ചെയ്ത ഓരോ അത്ഭുതങ്ങളും അവർക്ക് ചെയ്ത നന്മകളും അവർ വേഗത്തിൽ തന്നെ മറന്നിട്ട് ദൈവത്തോട് മോശയുടെ മുമ്പിൽ അവർ മത്സരിക്കുകയാണ്. അവർ പറയുന്നത്, ഞങ്ങൾ മിസ്രൈമിൽ ഇരുന്നപ്പോഴത്തേക്ക് ഇറച്ചിക്കലത്തിന്റെ ഫ്രണ്ടിലായിരുന്നതാണ് അവർ പറയുന്നത്. അപ്പൊ അവിടെ പ്രത്യേക ഒരു വചനം പറയുന്നത്, അവരുടെ കൊതി തീർന്നില്ലെന്ന് പറയുന്ന ഒരു വചനം വരുന്നുണ്ട് അവിടെ. അതായത് ഇവരിങ്ങനെ മോശയോട് ഇങ്ങനെ വഴക്കടിക്കുമ്പോൾ മോശ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ ഒരു കിഴക്കൻ കാറ്റിനെ വരുത്തി ഇറച്ചി കൊണ്ടും കാടപ്പക്ഷികളെ കൊണ്ടും അവരുടെ പാളയം മുഴുവൻ നിറയ്ക്കുന്ന ഒരു അനുഭവത്തിലോട്ട് വരുന്നു. ഇതിനു മുമ്പ് നമ്മൾ നോക്കുമ്പോൾ അവര് ആ സമയം വരെ, ഈ ഇറച്ചി വരുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ ദൈവം അവർക്ക് കൊടുത്തോണ്ടിരുന്ന ആഹാരം വന്ന് ദൂതന്മാരുടെ മന്നയാണ്, ബലവാന്മാരുടെ ആഹാരമാണ് ദൈവം അവർക്ക് കൊടുത്തോണ്ടിരുന്നത്. എന്നാൽ അവർ ആ ബലവാന്മാരുടെ ആഹാരത്തെ ഒരു നിസ്സാരമായി എണ്ണിക്കൊണ്ട് ആ ഇറച്ചിയിലോട്ടുള്ള അവർ കൊതിക്ക് വേണ്ടിയിട്ട് അവർ മോശയോട് വഴക്കുണ്ടാക്കുമ്പോൾ ദൈവം അവർക്ക് ഇറച്ചി കൊടുക്കുന്നുണ്ട്. ഇറച്ചി കൊടുത്തിട്ട് അവിടെ വചനം പറയുന്നതാണ്, ഇറച്ചി കൊടുത്തു, അവർ തിന്ന് തൃപ്തരായിട്ട് പോലും അവരുടെ കൊതി മാറിയില്ല. പിന്നെയും അതിന് താഴോട്ട് വായിക്കുമ്പോൾ പിന്നീടും അവർ ദൈവം ചെയ്ത നന്മയെ മറന്ന് പാവം ചെയ്തെന്നൊരു വചനം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷമാണ് ഈ 34-ാമത്തെ വചനം വായിക്കുമ്പോൾ അതാണ് ആ വചനത്തിന്റെ കാരണം. 34-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നത്, അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും, അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരയും. 35-ാമത്തെ വചനം കൂടെ ഒന്ന് വായിക്കാവോ? தேவன் தங்கள் கண்மலை என்றும் உன்னதமான தேவன் தங்கள் மீட்பர் என்றும் நினைவு கூர்ந்தார்கள். 34-35 தமிழ் வாசிங்க. 34. அவர்களை அவர் கொல்லும்போது அவரை குறித்து விசாரித்து அவர்கள் திரும்பி வந்து தேவனை அதிகாலமே தேடி தேவன் தங்கள் கண்மலை என்றும் உன்னதமான தேவன் தங்கள் மீட்பர் என்றும் നിனைവ് കൂർന്നാர்கள். ആമേൻ. 34-ാം വചനം തമിഴിൽ വ്യക്തമായിട്ട് കൊടുത്തേക്കുന്നത് എന്താണെന്നറിയാമോ? അതിരാവിലെ അവര് ദൈവസന്നിധി ദൈവം ചെയ്ത നന്മയെ വിട്ട് മാറി ദൈവത്തിന് വിരോധമായി പാവം ചെയ്തിട്ട് അവിടെ ഒരു ദൈവം അവരെ കൊല്ലുവാൻ തുടങ്ങുമ്പോൾ, അവരുടെ ബലവാന്മാരെ ദൈവം അവിടെ കൊല്ലുവാൻ തുടങ്ങുമ്പോഴത്തേക്കും അവർ പിന്നീട് ദൈവസന്നിധിയിലോട്ട് മടങ്ങി വരിക. അപ്പം പിന്നീട് അതിനുശേഷം മടങ്ങി വരുമ്പോൾ അവിടെ വലിയൊരു നഷ്ടമാണ് അവിടെ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഈ വചനം ഈ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നെ ദൈവാത്മാവ് ഉണർത്തിയ ഒരു കാര്യമാണ്, നാം ഇപ്പോൾ ഉള്ളപ്പോൾ, അതായത് അതിലൊരു സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞാൽ, നമ്മളായിട്ട് മുമ്പോട്ട് വന്ന നമുക്ക് ഒരു നഷ്ടവും കാണത്തില്ല. ഒരു നഷ്ടവും കാണത്തില്ല. നമുക്ക് പ്രത്യേകിച്ച് വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ദൈവമായിട്ട് നമ്മളെ കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ അതിന് നാം നല്ല വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു കാര്യം നാം ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ ഒരു കാര്യം നാം ചിന്തിച്ച് ഈ അതിരാവിലെ പ്രാർത്ഥനയ്ക്ക് അധിക പ്രാധാന്യം കൊടുത്ത് അതിരാവിലെ പ്രാർത്ഥനയിൽ നാം കൂടുതലായി ഉറ്റിരിക്കുമ്പോൾ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തുവാനിടയാകും. ഈ നാളുകളിൽ ഈ വചനങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ നമ്മുടെ രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് രാജാക്കന്മാരുടെ 1 തൊട്ട് നമ്മൾ ഇങ്ങോട്ട് വായിക്കുമ്പോഴത്തേക്കും അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ ജനത്തിന് ദൈവം നന്മ ചെയ്യും, ദൈവത്തെ ആരാധിക്കും. പിന്നത്തേതിൽ അവർ പിന്നെയും വിഗ്രഹത്തിനെ ആരാധിക്കാൻ പോകും. പിന്നെ അവർ അടി വീഴുമ്പോൾ അങ്ങനെ ഞാനത് വായിക്കുമ്പോൾ ഇപ്പം ഞാൻ 1 രാജാക്കൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ക്രമമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു അധ്യായത്തിൽ നോക്കുമ്പോൾ അവർ ദൈവത്തെ ആരാധിക്കുക, അടുത്ത അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് അവർ പിന്നെയും ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നു, അടുത്ത അടി വീഴുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നാം അങ്ങനെ ആകാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു സിറ്റുവേഷനിൽ കൂടി നമ്മളെ ദൈവം അകത്ത് കൊണ്ടുവരുന്നതിന് മുന്നേ നാം മനഃപൂർവ്വമായി നാം സ്വയമേ ദൈവസന്നിധിയിൽ മുന്നോട്ട് വരുമ്പോൾ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തുവാനിടയാകും. ഈ നാളുകളിൽ ഈ വചനം ഓരോ ദിവസങ്ങളിലും ഈ വചനം എന്നെ കൂടുതലായി ശക്തിപ്പെടുത്തുന്നുണ്ട്. വാസ്തവത്തിൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഉള്ളതായിട്ട് തന്നെ പറയണമല്ലോ, ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. നാട്ടിൽ ബൈബിൾ ഇങ്ങനെ കടമയ്ക്ക് വായിച്ചു പോകുന്ന അറിവും ചർച്ചിൽ പ്രസംഗങ്ങളിൽ കേൾക്കുന്ന അറിവ് അതല്ലാതെ ബൈബിളിനെ കുറിച്ച് അല്ലെ ബൈബിളിലെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം, ഇവിടെ വന്ന കാലം തൊട്ടെന്ന് ഞാൻ പറയത്തില്ല, വന്ന് കുറച്ച് കാലത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ലൈഫിൽ വന്ന കുറച്ച് അനുഭവങ്ങളിൽ കൂടി ദൈവം വചനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എന്നെ പഠിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ നാളുകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുള്ളൂ, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ലോകപരമായിട്ട് എനിക്ക് വലിയ നന്മ കിട്ടണമെന്ന് എനിക്കിപ്പോൾ ഒരു ആഗ്രഹമില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വരവിന് മുമ്പ് എൻ്റെ മരണമാണേലും എൻ്റെ മരണത്തിന് മുമ്പ് ദൈവത്തിന്റെ വരവാണേലും ആ വരവിൽ ദൈവത്തോടു കൂടെ എടുക്കപ്പെടുവാനായിട്ട് എന്തൊക്കെ ഒരുക്കങ്ങൾ എൻ്റെ ജീവിതത്തിൽ വേണോ അത് മാത്രം എനിക്ക് മതി എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഞാൻ ഈ നാളുകളിൽ ദൈവസന്നിധി വയ്ക്കുന്നത്.
അപ്പോൾ ഈ നാളുകളിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബൈബിൾ കോളേജിൽ പോകുന്ന കേസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ദിവസം ഇങ്ങനെ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകരുത്, ഓൾറെഡി പ്രായം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ആയപ്പോഴത്തെ 26 വയസ്സായി, ഇനി നീട്ടിക്കൊണ്ട് പോകരുത്, എത്രയും പെട്ടെന്ന് ബൈബിൾ കോളേജിൽ പോകുന്ന കാര്യം നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുണ്ട്. ഒരു വിശ്വാസമുള്ളത്, ദൈവം തക്ക സമയത്ത് അതിൻ്റെതായ വഴികളെ ദൈവം തുറന്നു വരുന്ന ഒരു വിശ്വാസമുണ്ട്. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള അത്ഭുതമാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പിൽ ആ കാര്യം നടക്കുന്നത് വരെ ഒരു വഴി നടക്കുമോ ഇല്ലയോ എന്നൊരു സംശയം വരുന്ന ഒരു രീതിയിൽ വന്നാൽ പോലും ആ തക്ക സമയത്ത് ദൈവം അതിൻ്റെ വഴികളെ എനിക്ക് തുറന്നു തന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാം ദൈവത്തിൻ്റെ സമയത്തിൽ കൊടുത്തിരിക്കുക. എൻ്റെ ഒരു പ്രാർത്ഥന അതാണ്. ദൈവത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് അത് ദൈവം വെളിപ്പെടുത്തുമ്പോൾ ഞാൻ മുന്നും പിന്നും നോക്കത്തില്ല, അതിന് ഇറങ്ങുമെന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ ഇരിക്കുന്നത് ഇപ്പോൾ. തുടർന്ന് കുറച്ച് വീട്ടിലെ കുറച്ച് അരിയൻ്റെ ജോലിയോട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ചെറിയ തടസ്സങ്ങളുണ്ട്, എന്നാലും ദൈവശക്തനാണ്. ദൈവം അതിൽ അത്ഭുതം ചെയ്യാൻ ദൈവം വല്ലഭനുമാണ്. ജോലിയുടെ കാര്യത്തിൽ അവൻ ഡെയിലി പോകുന്നുണ്ട്, ഡെയിലി ഓരോ കമ്പനികളിൽ അപേക്ഷ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ ഉള്ളപ്പോഴും കഴിഞ്ഞ ദിവസം അവനെ വിളിച്ചു ഇങ്ങനെ പറയാനിടയായി, നീ ഇപ്പോൾ ഇത്തവണ തീർത്ത് വന്ന ഇപ്പം എൻ്റെ ജോലിയുടെ കാര്യം ഒന്ന് റെഡിയാകുന്നവരെ എൻ്റെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ദിവസത്തിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, വീട്ടിൽ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ബൈബിൾ കോളേജിലെ ക്ലാസ് ഞാൻ 1-2 സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ 1 വർഷം കണ്ടിന്യൂ ചെയ്തിട്ട് അങ്ങനെ 1 വർഷം കൂടെ ഇങ്ങനെ ഇപ്പോൾ ഇത്തവണ അങ്ങനെ കിട്ടുവാണെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് 1 വർഷം കൂടെ നിന്നിട്ട് തീർത്ത് പോയി ബാക്കി 2 വർഷം അവിടെ നേരിട്ട് ബൈബിൾ കോളേജിൽ പോയി കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ബൈബിൾ കോളേജിൽ അഡ്മിഷൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവഹിതം എന്താണോ അത് നടക്കണം. അത് ദൈവം കൃത്യസമയമാകുമ്പോൾ ദൈവം നടത്തി തരുന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ഈ നാളുകളിൽ നമ്മൾ വായിച്ച സങ്കീർത്തനം പോലെ ഈ അതിരാവിലെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് കൂടുതലായി സ്ട്രോങ് ആവും. അത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, മാത്യു സുഹൃത്തിനോട് ഷിന വന്നിട്ട് അവർക്കൊരു ആവശ്യമുണ്ട്, ഒരു സാധനം മേടിക്കാനൊരു ആവശ്യമുണ്ട്. അവൾ വന്ന് അത് മേടിക്കാനായിട്ട് മാത്യു സുഹൃത്തിനോട് നേരിട്ട് വന്ന് പറഞ്ഞാൽ മാത്യു സുഹൃത്ത് മേടിച്ചു കൊടുക്കുമോ, അതോ വേറൊരാളെ പറഞ്ഞാൽ മേടിച്ചു കൊടുക്കുമോ? നേരിട്ട് വന്ന് പറഞ്ഞാലും മേടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ പോലെ നാം ദൈവത്തോടുള്ള അടുപ്പം എത്രയാണോ അതനുസരിച്ചായിരിക്കും ദൈവം നമുക്ക് ചെയ്യുന്ന ഓരോ നന്മകളുടെ അളവും. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ നാളുകളിൽ നാം ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം, അതിരാവിലെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് അതിരാവിലെ പ്രാർത്ഥനയിൽ കൂടുതലായി ഉറ്റിരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും തക്ക സമയത്ത് ദൈവം നടത്തി തരും. ദൈവം മത്തായി സുവിശേഷത്തിൽ പറയുന്ന പോലെ ആദ്യമേ സ്വർഗരാജ്യത്തെ അന്വേഷിക്കുകയും ഇവയെല്ലാം കൂടെ കിട്ടുമെന്നാണ് പറയുന്നത്. അത് ഓൾറെഡി ഉണ്ട്. നമ്മൾ അത് പ്രത്യേകിച്ച് ഇനി അത് നമുക്ക് വേണ്ടി റെഡിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി അവിടെ റെഡിയാണ്. നാം ചെയ്യേണ്ടത് ആദ്യമേ ദൈവരാജ്യം അന്വേഷിക്കണം. ദൈവരാജ്യം നാം അന്വേഷിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതിൽ പുറകെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചിന്തിച്ചുകൊണ്ട് ഈ നാളുകളിൽ ഈ അതിരാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നാം പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാകും. തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സങ്കീർത്തനത്തിൻ്റെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ ഉണർത്തിയ കാര്യങ്ങളിൽ 1-ാം പ്രതി ഞാനാണ്. അങ്ങനെ തന്നെ ഞാൻ ഈ സങ്കീർത്തനം എടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ദൈവസന്നിധിയിൽ. ഈ വരുന്ന നാളുകളിൽ അതിൽ ദൈവം ഒരു ക്രമീകരണം എല്ലാവർക്കും തരട്ടെ. അങ്ങനെ ഈ അതിരാവിലെ പ്രാർത്ഥനയിൽ ആർക്കെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കൂടുതലായി ഇരിക്കുക. അതിരാവിലെ പ്രാർത്ഥനയിൽ കൂടുതലായി വചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ തന്നെ നാം രാത്രി കിടക്കുമ്പോൾ ദൈവത്തെ ആഗ്രഹിച്ച് കിടക്കുവാണെങ്കിൽ അതിരാവിലെ പ്രാർത്ഥന കൃത്യമായിട്ട് നടക്കും. നമ്മൾ ആ ഒരു അനുഭവത്തിലോട്ട് കൂടുതലായി വരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ സങ്കീർത്തനം എല്ലാവർക്കും ഉപകാരമായി തീരട്ടെ. 1-ാം സങ്കീർത്തനം 63-1 ഒന്നും കൂടെ വായിക്കാം. എല്ലാവരും ചേർന്ന് വായിക്കാം ആ വചനം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഓക്കെ, തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ദൈവസഭ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി കൂടുതലായി പ്രാർത്ഥിക്കുക. ഞാനും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ ഇരുന്നുകൊള്ളുന്നു.